ഞാൻ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നാലെ വരുന്നവനും ഇതുപോലെ വിഷമിക്കുമെന്നുള്ളൂ. ആ ഒരു തിരിച്ചറിവായിരുന്നു സത്യത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത്. ശരി, വീൽ ചെയറിൽ ഇവരെ പോലുള്ളവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ 9 വർഷത്തിന് ശേഷം ഞാൻ ആ തിയേറ്ററിൽ പോയി കണ്ടു. 2 റൗണ്ട് കറങ്ങി ഈ മേടിച്ച മസാല ദോശ എല്ലാം റോട്ടിൽ ചെതറി. എന്നെ തുറിച്ച് നോക്കി എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവര് വേഗം ഓടി വരെയാണ്. ഞാൻ വിചാരിച്ച എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണം, പക്ഷെ അവരെന്നെ തല്ലാനാണ് നോക്കുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അന്ന് രാത്രി ഞാൻ ജയ് ഗണേഷ് എന്നുള്ള സിനിമ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ ഞാനുമായി കൂടുതൽ കണക്റ്റഡ് ആയിരുന്നു. ഒരു വാഹനാപകടത്തിലൂടെ തൻ്റെ കാലുകളിലെ ചലനശേഷി നഷ്ടപ്പെട്ട കഥാനായകൻ തൻ്റെ പരിമിതികൾ ഒന്നും തന്നെ വകവയ്ക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങുന്നു. അതാണ് ഈ സിനിമയുടെ കഥ. നമ്മുടെ ഉണ്ണി മുകുന്ദൻ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചു. ഇത്തരം അവസ്ഥയിലുള്ള ആളുകളുടെ മാനസികാവസ്ഥയും അവർ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളും ഈ ചിത്രത്തിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ വർഷങ്ങളോളം സിനിമ തിയേറ്ററിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ചുറ്റും ഇത്തരത്തിലുള്ള ആൾക്കാർ വരുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളെപ്പോലെ സ്വതന്ത്രമായി തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ആസ്വദിച്ച് സ്വതന്ത്രമായി മടങ്ങിപ്പോകുന്ന ഇത്തരം വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങളിനി വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങളുടെ വീൽ ചെയർ കൊണ്ട് സിനിമ കാണാൻ പോകാം. സ്വതന്ത്രമായി സിനിമ കണ്ട് മറ്റുള്ളവരെ പോലെ വീട്ടിലേക്ക് മടങ്ങാം. നിങ്ങൾക്ക് വാഹനങ്ങളിൽ കയറാം, ഉല്ലാസയാത്രകൾ പോവാം, മാളുകളിൽ പോവാം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോവാം. എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ വീൽ ചെയർ കയറുന്നതിനുള്ള റാമ്പ് സൗകര്യം ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇതൊന്നും വെറുതെ വന്നതല്ല. ഒരു വ്യക്തിയുടെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം റാമ്പുകൾ അവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, ഇത്തരം അവസ്ഥയിലുള്ള വ്യക്തികളെ ചേർത്ത് പിടിക്കുന്ന സംഘടനയുടെ കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തിലേക്ക് പോകാം. ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക്? എൻ്റെ പേര് ജെറിൻ ജോൺസൺ. ഞാനൊരു ന്യൂറോ മസ്കുലർ ഡിസോർഡർ ബാധിച്ച വ്യക്തിയാണ്. ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സിലെ GNE മയോപ്പതി എന്ന രോഗമാണ് എനിക്ക് ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഈ ഒരു അസുഖം എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാനൊരു നോർമൽ ലൈഫ് ജീവിച്ചൊരു വ്യക്തിയാണ്. 17-18 വയസ്സിൽ വരെ അത്യാവശ്യം നടന്നിരുന്ന ഒരാളാണ്. അതിനുശേഷമാണ് എൻ്റെ ഈ ഒരു അസുഖം വിസിബിളായി തുടങ്ങിയത്. നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരുന്നു ഏറ്റവും ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നത്. പിന്നീട് വീഴ്ചകൾ ആരംഭിച്ചു. ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഏകദേശം 2017 വരെ എനിക്ക് ജോലിക്കെല്ലാം പോകാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു നിമിഷം വരെ ഞാൻ ഈ ഒരു അവസ്ഥ കാരണം വീൽ ചെയറിലാണ്. ഇതാണ് ഏറ്റവും ലളിതമായിട്ട് എന്നെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണുണ്ടോ? ഇപ്പോൾ നിലവിൽ ഞാനൊരു ജോലി ചെയ്യുന്നില്ല. കാരണം ഞാൻ ഒരു ഓൺലൈൻ ജോലിക്കൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതലായിട്ട്, അതായത് ജോലിക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോഴെല്ലാം നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കൂടുതലായിട്ട് ഞാൻ ഇനിയും വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പാരൻസിനെ എന്നെ ഒട്ടും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജോലി എന്നതിനിപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടില്ല. മീൻസ് ഞാൻ അത് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ നിലവിൽ ചെയ്യുന്നില്ല. അപ്പോൾ ജെറിന് ഇപ്പോൾ ഫിസിയോതെറാപ്പി അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം എത്ര വരണ്ട് ചിലവ്? ഏകദേശം ഒരു 10,000 രൂപയോളം നമുക്ക് ചിലവ് വരണ്ടല്ലേ? ഞാനൊരു നോർമൽ ലൈഫ് ജീവിച്ചൊരു വ്യക്തിയാണ്. 17-18 വരെ അത്യാവശ്യം നടന്നിരുന്നതാണ്. എൻ്റെ ലൈസൻസ് പോലും നോർമൽ ലൈസൻസാണ്. 10-24 വയസ്സ് വരെ ചെറുതായെങ്കിലും വലിയ കുഴപ്പമില്ല, സ്വന്തം കാലിൽ നടക്കാൻ പറ്റുമായിരുന്നു. നടത്തത്തിലൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും സ്വന്തമായി നടക്കാൻ സാധിക്കുമായിരുന്നു. ബൈക്കൊക്കെ ഓടിച്ച് നടന്നിരുന്ന, അല്ലെങ്കിൽ അത്രയും നാൾ ഒരു നോർമൽ ലൈഫ് ജീവിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നും ഈ ഒരു വീൽ ചെയറിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡിൽ ഞാൻ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള മോചനം ലഭിക്കാനായിട്ട് എനിക്ക് മറ്റൊരാളുടെ സഹായമോ അല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തിയുടെ ഇടപെടലോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് വളരെ വിഷമം നൽകുന്നതായിരുന്നു. പിന്നീട് ഞാൻ സ്വയം മനസ്സിലാക്കി, ഞാൻ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നാലെ വരുന്നവനും ഇതുപോലെ വിഷമിക്കുമെന്നുള്ളൂ. ആ ഒരു തിരിച്ചറിവായിരുന്നു സത്യത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത്. ശരി, ജെറിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് ഒരു സഹായം അല്ലെങ്കിൽ സ്നേഹം, സപ്പോർട്ടൊക്കെ തോന്നിയിട്ടുള്ളത്? സപ്പോർട്ട് എന്ന് പറയാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുണ്ട്. അതല്ലാതെ ഞാൻ ചെയ്ത കാര്യങ്ങളില്ലേ, അതിൽ എനിക്ക് സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. കാരണം നമ്മൾ പരാതികളിലൂടെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അങ്ങനെ നേരിടുമ്പോൾ വീട്ടുകാർക്കായാലും സുഹൃത്തുക്കളായാലും ശരിക്കും പറഞ്ഞാൽ ഭയമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മറ്റൊരാൾക്കെതിരെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ഒരു നിലനിൽക്കുന്ന ഒരു സംഭവത്തിനെതിരെ പരാതികളിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ നേരിട്ട് തീരണം. അപ്പോൾ പരാതി നൽകുമ്പോൾ തീർച്ചയായിട്ടും ആർക്കും അതൊരു സ്നേഹം എന്ന നിലയിൽ എടുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് എന്നൊന്നും ആരും എടുക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഞാനൊരു പരാതിക്കാരനാണ്, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു എതിർപ്പ് എല്ലാ കാലത്തും ഇപ്പോഴും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ കംപ്ലൈൻറ്റ്, റാമ്പില്ലാത്തതിൻ്റെ പേരിൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ
നാട്ടുകാരുടെ റെസ്പോൺസ് ഒക്കെ പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള എതിർപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ എതിർപ്പിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ പിടിയാലെ നിന്നതിൻ്റെ പേരിലാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത്. കുറച്ച് നാൾ മുന്നേ നമ്മുടെ കേരള ഗവൺമെൻറ്റിന് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണമെന്നും പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് MBD ആക്ടിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണമെന്ന് എവിടെയും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി തന്ന നാടാണ് നമ്മുടേത്. അതിനെതിരെ വീണ്ടും പരാതി കൊടുത്തായിരുന്നു. പക്ഷേ നാളിതുവരെ നടപടിയായിട്ടില്ല അതിനകത്ത്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താ പറയുക, നമ്മൾ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ എന്തിനാണ് യാത്രകൾ ചെയ്യുന്നതെന്നുള്ള മട്ടിലാണുള്ള ആറ്റിറ്റ്യൂഡാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉത്തരവിൻ്റെ കാര്യമില്ലേ, അത് ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോൾ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് അദ്ദേഹം അത് ഷെയർ ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ താഴെ വന്ന കമൻസുകൾ ശ്രദ്ധിച്ചായിരുന്നു. അതിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ 20-21 വയസ്സാകാണ്ട് പോയിട്ടുള്ളൂ. അദ്ദേഹം പറയുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള അതായത് അദ്ദേഹം പറയുന്ന കാര്യം സാധാരണ ആൾക്കാർക്ക് പോലും ബസ്സിൽ കയറാനായിട്ട് തിരക്കുകളുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വീൽ ചെയറിൽ ഇവരെ പോലുള്ളവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഒരു ചിന്തിക്കുന്നില്ല, സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണെന്നും ഞങ്ങളും അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണെന്നും നാളെ അദ്ദേഹവും ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടാമെന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ പോലും അത്തരത്തിൽ ചിന്തിക്കുന്നവർ തീർത്തും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താ തോന്നിയിട്ടില്ല? പൊതുസമൂഹത്തിന് ഇത്തരം രോഗങ്ങളെക്കുറിച്ചോ ഇത്തരം അവസ്ഥയുള്ള ആളുകളെക്കുറിച്ചോ കൃത്യമായ ധാരണയില്ല. അതിനവരെ പൂർണ്ണമായിട്ട് കുറ്റം പറയാനും പറ്റില്ല. ഇപ്പം ഞാനടക്കമുള്ള ഞാൻ ഇത്രയും നിങ്ങളോട് സംസാരിച്ച് ഞാൻ പോലും ഇത്രയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത് ഞാനൊരു അവസ്ഥയിലായതുകൊണ്ടാണ് അല്ലേ. ഇപ്പം നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ എന്നോട് സംസാരിച്ചതിൻ്റെ പേരിലാണ്. ഇതുപോലും അറിയാത്ത ആൾക്കാർ എത്ര പേരുണ്ട്. ശരി, എല്ലാവരും ഈ അവസ്ഥയിൽ എത്തപ്പെടണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആവരുത് തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരക്കാരും സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധ്യം അവരിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് വേണ്ട നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടക്കം മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഒരു പുതിയൊരു സിനിമ വരുന്നുണ്ട്, ജയ് ഗണേഷ് എന്നുള്ളത്. അത് ഇതുപോലൊരു അവസ്ഥ ഉള്ള ഒരാളുടെ തോന്നുന്നു. ആ ഒരു സിനിമ നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഇപ്പം ഉണ്ടോ തിയേറ്ററിൽ? എല്ലാ തിയേറ്ററിലും ഇല്ല. എല്ലാ തിയേറ്ററിലും ആയിട്ടില്ല. ഇപ്പോൾ ഞാൻ പരാതി കൊടുത്തതിൽ കൊടുങ്ങല്ലൂർ ഉള്ള ലക്ഷ്മി തിയേറ്ററിൽ അവർ റാമ്പ് സൗകര്യം, താങ്കൾ പരാതി കൊടുത്ത കാരണം താങ്കളുടെ അടുത്തുള്ള രീതിയിൽ അവർ ചെയ്തു. അങ്ങനെ അവർ ചെയ്തതിൻ്റെ പേരിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ 9 വർഷത്തിന് ശേഷം ഞാൻ ആ തിയേറ്ററിൽ പോയി കണ്ടു. അതും ഒരു ചരിത്രമായിരുന്നു. കാരണം ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്ത് തിയേറ്ററുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാനായിട്ട് ഒരു ഉത്തരവ് നേടിയെടുത്ത് ആ ഉത്തരവിൻ്റെ ബലത്തിൽ അത് കിട്ടിയപ്പോൾ തന്നെ പരാതി കൊടുത്ത് അങ്ങനെ ചെയ്യിച്ചെടുത്താണ്. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ സമൂഹത്തിൽ നിന്ന്? ഒരുപാട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അവരെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, അത് ആദ്യമേ പറയാണ്. പക്ഷെ എങ്കിൽ പോലും ചില അവസ്ഥകൾ മനുഷ്യൻ എന്തുകൊണ്ട് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കണ്ണിൽ ഇത്തരക്കാരായ, അല്ലെങ്കിൽ അത് പറയാനായിട്ട് ഒരു സംഭവം കൂടെ ഞാൻ പറയാം. ഞാൻ നടന്നിരുന്ന ഒരു സമയമുണ്ട്. ആ സമയം എന്ന് പറയുന്നത് ഒരു കുറച്ച് ഞാൻ പറയല്ലേ ചെറിയ ഒരു നടത്തത്തിൽ വേരിയേഷൻ ഉണ്ട്, എങ്കിലും ഞാൻ ബൈക്കെല്ലാം ഓടിക്കുമായിരുന്നു. പൾസർ ഓടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പറവൂര് നമ്മുടെ ഉടുപ്പി ഹോട്ടലിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഉടുപ്പി ഹോട്ടലിൽ അവിടെ ഒരു ദിവസം മസാല ദോശ കഴിക്കാൻ കൊതി തോന്നിയിട്ട് കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ അവിടെ ഹോട്ടലിൽ കയറി. അപ്പോൾ ഈ കയറുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഉടുപ്പി ഹോട്ടലിൻ്റെ അവിടെ ഒരു കാന പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ലാബ്, അപ്പോൾ എനിക്ക് ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് സർഫസിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു കൈവരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ കയറാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് കാല് പൊക്കി കയറാനുള്ള ഒരു ഹെൽത്ത് അപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഈ പറയുന്ന ഇത് കയറാൻ വേണ്ടിയിട്ട് അവിടെ അതായത് ഞാൻ ബൈക്ക് വെച്ചിട്ട് തൊട്ട് ഇപ്പുറത്തായിട്ട് വേറൊരു സ്പ്ലെൻഡർ ബൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിനോട് ചേർത്താണ് എൻ്റെ ബൈക്ക് നിർത്തിയത്. കാരണം എനിക്കപ്പോൾ ഈ വണ്ടിയുടെ ഹാൻഡിലിൻ്റെ ഒരു പിടുത്തവും കിട്ടും, പിന്നെ വേറെ എന്തെങ്കിലും ഒരു സപ്പോർട്ടും കൂടെ മതിയല്ലോ. അപ്പം ഞാൻ അതുമ്മ പിടിച്ചു നിൽക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഫോൺ വിളിച്ചുകൊണ്ട് ഒരു പുള്ളി പോകുന്നുണ്ട്. അപ്പം അദ്ദേഹം എൻ്റെ തൊട്ട് മുന്നിലെത്തി. അപ്പോൾ ഞാൻ ഒന്നും അറിയാത്ത മട്ടിൽ അദ്ദേഹത്തിൻ്റെ തോളെ കൈവച്ചിട്ട് ഈ കാനയുടെ മേലോട്ട് കയറി. അപ്പോൾ അദ്ദേഹം എന്നെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ വെറുതെ കൈ ഒന്നും അറിയാത്ത മട്ടിൽ ഹായ് കാണിച്ച് ഞാൻ അങ്ങനെ അവിടെ സൈഡിലൊരു കമ്പി ഉണ്ടായിരുന്നു, അതുമേ പിടിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറി സാധനം മേടിച്ച് തിരിച്ച് മസാല ദോശ മേടിച്ച് തിരിച്ച് ഇങ്ങോട്ട് വന്നു. തിരിച്ച് കയറാൻ വേണ്ടി ഞാൻ ആദ്യം ഉപയോഗിച്ച അതേ ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെ വേറെ ഒരാൾ പോയപ്പോൾ അപ്പോഴേക്കും ഇരുട്ടായിട്ടോ, ഏകദേശം 8 മണി 8:15 രാത്രി ആ സമയമായിട്ടുണ്ട്, അടയ്ക്കാറായി ഹോട്ടലപ്പോഴേക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളെ കൈ വെച്ച് സ്ലാബുമൊക്കെ കയറി തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. കാരണം എൻ്റെ ബൈക്കിൻ്റെ അടുത്ത് വെച്ച് നേരത്തെ പറഞ്ഞ സ്പ്ലെൻഡർ ബൈക്കുകാരൻ വണ്ടി എടുത്തിട്ട് പോയി.
അപ്പോൾ എനിക്ക് ഇറങ്ങാനായിട്ട് മറ്റു പിടുത്തങ്ങളൊന്നുമില്ല അവിടെ. അപ്പം എൻ്റെ ബൈക്ക് ഇരിക്കുന്നത് കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ടാണ്. അപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിയണം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് കാല് പൊക്കി വെച്ച് തിരിയാനായിട്ട് പറ്റില്ല. അവിടെയും എനിക്കൊരു ചെറിയൊരു സപ്പോർട്ട് കൂടിയേ തിരും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാനും പാടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അധികം നേരം നിൽക്കാനും പറ്റില്ല. നിന്നവിടെ നിൽക്കുമ്പോഴേക്കും കാല് ചെറുതായിട്ട് വിറയൽ തുടങ്ങും. അപ്പോൾ എനിക്കാണെങ്കിൽ ഫോൺ വിളിച്ച് ആരെങ്കിലും വന്നാലല്ലേ പിടിച്ചിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ 2-3 സ്ത്രീകൾ പോകുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞ് എനിക്ക് ഇറങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ട് എന്തൊരു ഇത് തോന്നി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ടാക്സി സ്റ്റാൻഡ് ഉണ്ടല്ലോ കോടതിയുടെ അവിടെ 2 പേര് എന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പരിങ്ങുന്നത് കണ്ടിട്ടായിരിക്കണം അവരെന്നെ തുറിച്ച് നോക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ആയപ്പോൾ എനിക്ക് വിറയൽ കുറച്ചും കൂടെ കൂടി, കാലിൻ്റെ വിറയൽ കുറച്ചും കൂടെ കൂടി. പിന്നെ ഞാൻ നോക്കിയിട്ട് വേറെ ആരെയും കാണാനില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ എന്ത് ചെയ്ത് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങി. ലാലേട്ടൻ ചില സിനിമകളിലൊക്കെ കറങ്ങി വീഴൂലേ എന്ന് പറഞ്ഞ പോലെ 2 റൗണ്ട് കറങ്ങി ഈ മേടിച്ച മസാല ദോശ എല്ലാം റോട്ടിൽ ചെതറി. എന്നെ തുറിച്ച് നോക്കി എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവര് വേഗം ഓടി വരെയാണ്. ഞാൻ വിചാരിച്ച എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണം. പക്ഷെ അവരെന്നെ തല്ലാനാണ് നോക്കുന്നത് ആദ്യം. അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ മദ്യപിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു. ആവശ്യത്തിന് കഴിച്ചാൽ പോരെ എന്നും പറഞ്ഞ് ചീത്തവാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവരെൻ്റെ അടുത്തേക്ക് തല്ലാനായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് കാലിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ തല്ലിയില്ല. അതിൽ കൂട്ടത്തിൽ ഒരാൾ അടുത്ത് വന്ന് എന്നെ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ഹോട്ടലിൽ. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എന്നെ പരിശോധിക്കാൻ വന്ന ആള് കഴിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അദ്ദേഹം കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. നമുക്ക് മനസ്സിലായി ഇദ്ദേഹം അടുത്ത് നോക്കിയിട്ട് ഇവൻ കഴിച്ചിട്ടില്ല, ഇവൻ മറ്റേതാണ്, ഏത് കൂടിയ സാധനമാണ് യൂസ് ചെയ്തേക്കണെന്നുള്ള മട്ടിൽ അദ്ദേഹം വീണ്ടും പറയാണ്. അപ്പോഴെങ്കിലും ചെറിയൊരു ആൾക്കൂട്ടമൊക്കെ കൂടി. പക്ഷേ ഈ കൂടിയവരാരും തന്നെ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അല്ല നോക്കണത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ റോട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്കിൻ്റെ അവിടം വരെ എത്തി. ബൈക്കിൻ്റെ ഇതും പിടിച്ചിട്ട് ഒരു വിധത്തിൽ കുറച്ച് ദൂരമേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തൊട്ടുപുറത്ത് കുറച്ചും കൂടെ നീങ്ങിയിട്ടാണ് ഈ സ്പ്ലെൻഡറുകാരൻ ബൈക്ക് വെച്ചിരുന്നത്. ആ ഒരു ചെറിയ ഗ്യാപ്പുള്ളൂ. പക്ഷേ എങ്കിൽ പോലും എന്നെ ആരും പിടിച്ചെഴുന്നേൽപ്പിക്കാനൊന്നും നിന്നില്ല. ഞാൻ തന്നെ വണ്ടിയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി. അതിൻ്റെ ഗ്രാബ് ഹാൻഡിലില്ലേ അതുമ്പോൾ പിടിച്ച് ഒരു വിധത്തിൽ എഴുന്നേറ്റ് നിന്നളിയാൻ നിന്നില്ല, വേഗം വിട്ട്. സുഹൃത്തുക്കൾ എന്ന് പറയാനായിട്ട് എനിക്ക് വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അത് മതി. ആ കുറച്ച് പേര് തന്നെ വളരെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളിൽ. അതിൽ ചിലവരൊക്കെ ഇപ്പോൾ പുറത്താണ്. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന സുമൽ എന്ന് പറയുന്ന സുഹൃത്തൊക്കെ ഇപ്പോൾ പുറത്താണ്. എങ്കിൽ പോലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും അത് നാട്ടിൽ വരുമ്പോൾ അപ്പോൾ നമ്മളെ വന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം ബന്ധങ്ങൾ മതി നമുക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ യാത്രകൾ ചെയ്യാനായിട്ടും സുഹൃത്തുക്കളുടെ സഹായം എനിക്ക് ഒട്ടും പറ്റില്ല. ഞാൻ മാസത്തിൽ ചിലപ്പോൾ 1-2 വട്ടമൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അതിനെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ആൾക്കാരാണ്, നല്ല നല്ല സുഹൃത്തുക്കൾ. അതെ. അതിന് ഈ നേരത്തെ പറഞ്ഞ ഫോക്സ് വാഗൻ എന്ന് പറയുന്ന കമ്പനി, അവിടുത്തെ ഒരു ഇപ്പോഴും 7 വർഷമായി അവിടെ നിന്ന് റിസൈനായിട്ട്. എങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, EVM ഗ്രൂപ്പ് പ്രത്യേകിച്ച് അവരൊക്കെ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്താ പറയുക, വാക്കുകളില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനെപ്പോഴും ചിന്തിക്കും അത് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും ചിന്തിച്ചിരുന്നില്ല. EVM വർക്ക് ചെയ്യുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതൊക്കെ ഒരു കറക്റ്റായിട്ട് ഒത്തിനെയും കിട്ടിയെന്ന് പറയൂലേ, അതെല്ലാം എന്തോ ഒരു ഇതായിട്ട് കറക്റ്റായിട്ട് വന്നു. ഇപ്പോഴും ഞങ്ങളുടെ പല ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട പല ആക്ടിവിറ്റിയിലും EVM ഗ്രൂപ്പ് പല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫുകളാണ് പറയുമ്പോൾ ഞങ്ങളവിടെ വർക്ക് ചെയ്ത അവരിപ്പോൾ പല ഭാഗത്തേക്ക് തിരിഞ്ഞു, മറ്റു പല സ്ഥലങ്ങളിലേക്ക്. എങ്കിലും അവിടുത്തെ സൗഹൃദങ്ങളാണ് ഇന്നും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയാം. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ജെറിന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മരുന്നുകൾ, പിന്നെ ഫിസിയോതെറാപ്പി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വരുമാന മാർഗം? നമുക്കിപ്പോൾ നിലവിലാകെ വരുമാനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ പെൻഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പച്ചന് ഇപ്പോൾ ഒരു ബാറിൽ ഹെൽപ്പറായിട്ട് പോകുന്നുണ്ട്. അപ്പച്ചനും എൻ്റെ വരുമാനമാണ് മെയിൻ. ഞങ്ങളുടെ ഈ ഒരു ചെറിയ വരുമാനത്തിൽ കൂടെയാണ് കാര്യങ്ങൾ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ തുടക്കത്തിൽ ഈ ഒരു അവസ്ഥയിൽ എത്തപ്പെട്ട സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുന്നേ ഈ അവസ്ഥയിൽ ജീവിച്ച വ്യക്തികളില്ലേ അവരോട് ശരിക്കും പറഞ്ഞെങ്കിൽ ദേഷ്യം വരുന്നു. കാരണം അവർ കൃത്യമായിട്ട് ശബ്ദമുയർത്തി ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയിരുന്നെങ്കിൽ എന്നെപ്പോലുള്ളൊരു ഇത്രയും അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ ഞാൻ സ്വയം ചിന്തിച്ചു. കാരണം ഞാനിപ്പോൾ അവരെ കുറ്റം പറഞ്ഞോട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നാലെ വരുന്നവനും എന്നെ കുറ്റം പറയില്ലേ, നീ ജീവിച്ചിരുന്നു അപ്പോൾ നീ എന്ത് ചെയ്തെന്ന് എന്നോട് ചോദിക്കൂലേ. ചിലപ്പോൾ ഞാനത് കാണാൻ ജീവനോട് ഉണ്ടാവില്ല, എങ്കിലും അവർ മനസ്സുകൊണ്ട് ചിന്തിക്കില്ലേ. അപ്പോൾ ആ ചോദ്യം എനിക്ക് നേരെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ടൊരു മറുപടി വേണം, കാണിച്ചു കൊടുക്കാൻ കുറച്ച് മറുപടികൾ വേണം. ആ ഒരു ചിന്ത വന്നപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. 2022 ഏപ്രിൽ 12 അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അതായത് ഞാൻ ഇത്തരം അസുഖബാധിതരുടെ പലവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു കേസ് കൊടുത്തായിരുന്നു. ആ കേസിന്റെ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് നമ്മുടെ കളമശ്ശേരിയിലുള്ള പത്തടിപ്പാലത്തുള്ള ഗവൺമെന്റ് റെസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ഹിയറിംഗിന് വിളിപ്പിച്ചു.
അവിടെ ചെല്ലുന്നതിന് മുന്നേ ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു അവിടെ റാമ്പ് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒരു റാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ കാണുന്ന കോമഡി എന്താണെന്ന് വെച്ചാൽ റാമ്പ് ഉണ്ട്, പക്ഷെ റാമ്പ് അവസാനിക്കുന്നിടത്ത് വലിയൊരു കട്ടളപ്പടിയാണ്. അവിടെ വലിയ വാതിലാണ്. ആ ഏകദേശം എനിക്ക് തോന്നുന്നു 3/4 അടിയോളം ഉയരത്തിലുള്ള കട്ടളപ്പടിയാണ്. അത്രയും തന്നെ വീതിയുണ്ടത്. അപ്പം എന്നെ വീൽ ചെയർ നല്ല പൊക്കി എടുത്ത് വെക്കേണ്ടി വന്നു. ഈ ബിൽഡിങ് പണിയുമ്പോൾ റാമ്പ് വേണമെന്ന് നിർബന്ധമുണ്ട്. അപ്പം അതിൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടി തോന്നിയ രീതിയിൽ നമുക്കിപ്പം റാമ്പ് പണിയുമ്പോൾ അതിൻ്റെ ചരിവ് ഇത്ര വേണം എന്നൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും പാലിക്കാതെ തോന്നിയ അളവിൽ പണിത് വെക്കും. മനസ്സിലായില്ലേ? ചില സ്ഥലത്ത് റാമ്പ് ഉള്ളതാണ് ഈ വിഷയം. അപ്പം നിങ്ങൾ അതിരപ്പള്ളി പോയി കഴിഞ്ഞാൽ, അതിരപ്പള്ളി പോയിട്ടുണ്ട് ഈ അടുത്ത്, അതിരപ്പള്ളി പോയി കഴിഞ്ഞാൽ ഒരു മഹത്തായ നിർമ്മിതി കാണാൻ പറ്റും. അവിടെ റാമ്പ് ഒരു കറക്റ്റ് വീൽ ചെയർ പോകാനുള്ള വീതിയിൽ റാമ്പ് വെച്ചിട്ടുണ്ട്. അതും കുത്തനെ വെച്ചേക്കാണ്. സാധാരണ എന്നെ വീൽ ചെയറിൽ ഉന്താനായിട്ട് എനിക്ക് ഒരാൾ മതി, ആ സ്ഥലത്ത് തന്നെ ഉന്താനായിട്ട് 4 പേര് വേണ്ടി വന്നു. അപ്പോൾ ഊഹിക്കാലോ. അതും നമുക്ക് ഓരോ ഓപ്പോസിറ്റ് കുറവാണ്. ശരിയാ, വീതി കുറവെന്നല്ല, വീതി ഇല്ല, കറക്റ്റ് വീൽ ചെയർ പോകാനുള്ള സ്പേസേ ഉള്ളൂ. അതും കൂടുതൽ അപകടം ഉണ്ടാക്കുകയുള്ളൂ അല്ലേ? അതൊക്കെ തീർച്ചയായിട്ടും. ഓപ്പോസിറ്റ് ഒരേ സമയം ഇരുവശത്തു നിന്ന് ആൾക്കാർ വന്നതിന് എന്ത് ചെയ്യും? അത് മാത്രമല്ല, ചില സ്ഥലത്ത് വളവുകൾ വരുന്നുണ്ട്. അവിടെ കട്ടിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു റെയിൽ പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കട്ടിങ് വരുമ്പോൾ വീൽ ചെയർ താഴത്തേക്ക് പോയി മറിയാണ്. ആ മറിയുന്ന സമയത്ത് ഈ ഉന്തുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വീൽ ചെയർ കൈവിട്ട് പോലത്തെ അവസ്ഥ എന്ന് ആലോചിച്ചാൽ എത്ര ഗുരുതരമെന്ന് ആലോചിച്ചു. ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പാട് കഴിച്ച് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡെസ്റ്റിനേഷൻ്റെ അവിടെ നിന്ന് 100-120 മീറ്റർ മാറിയിട്ടാണ് റാമ്പ് അവസാനിക്കുന്നത്. അതായത് വീൽ ചെയർ യൂസറിന് ഒരിക്കലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം അവിടെ പോയി കാണാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ കുറേ ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യണ്ടല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ മസ്കുലർ ഡിസ്ട്രോഫി SMA, അതായത് സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരുടെ കൂട്ടായ്മയായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. മൊബിലിറ്റി ഡിസ്ട്രോഫി അഥവാ മൈൻഡ് എന്നാണ് ആ ഒരു ഗ്രൂപ്പിന്റെ പേര്. 2017 മെയ് 1 അത് ഫോം ചെയ്തത്. നിങ്ങൾ തന്നെയാണ് ആ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും. ഞങ്ങളെ പോലുള്ള ഒരാളുടെ സഹായമോ അല്ല ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. സഹായം എന്ന് പറയും, സഹായം കിട്ടിയിട്ടില്ലെന്നല്ല, അതായത് ഗ്രൂപ്പ് കംപ്ലീറ്റ് റൺ ചെയ്യുന്നത് ഞങ്ങളെ പോലുള്ള പേഷ്യൻസ് ആണ്. ഗ്രൂപ്പിന്റെ പലവിധ ആക്ടിവിറ്റീസ് നടക്കുന്നത് തീർച്ചയായിട്ടും പബ്ലിക്കിന്റെ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ പലവിധ കമ്പനികൾ, ഇപ്പോൾ USD ഗ്ലോബൽ, അതുപോലെ മണപ്പുറം ഫൗണ്ടേഷൻ പോലുള്ള ഫൗണ്ടേഷൻസ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ അവരുടെ CSR ആക്ടിവിറ്റിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ മണപ്പുറം ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 50 ഇലക്ട്രിക് വീൽ ചെയർ കഴിഞ്ഞ വർഷവും തന്നു, ഈ വർഷവും തന്നു. അങ്ങനെ മൊത്തം 100 ഇലക്ട്രിക് വീൽ ചെയർ 2 വർഷങ്ങളായിട്ട് അവർ സ്പോൺസർ ചെയ്തായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ട് നഷ്ടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എൻ്റെ ജോലി സ്ഥലം. ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ആസ്വദിച്ചിരുന്ന ഒരു സ്ഥലം കൂടെയാണ്. ആ ഒരു സ്ഥലം എനിക്ക് ഒരു രോഗാവസ്ഥ കാരണം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന യാത്രകൾ. എനിക്ക് പഴയ പോലെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് പോയിരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കതിന് പറ്റില്ല, ഒരാളുടെ സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ അത്തരം യാത്രകൾ, പിന്നെ നമ്മുടെ മനസ്സമാധാനം, നമ്മൾ ഈ ഒരു രോഗാവസ്ഥയോട് പൊരുതുമ്പോഴുള്ള ഇത്, പിന്നെ ഞാൻ കാരണമാണ് എൻ്റെ വീട്ടുകാർ ഇത്രയും വിഷമിക്കുന്നതെന്നുള്ള ചിന്ത. അപ്പോൾ അത്തരം നല്ല രീതിയിൽ നമുക്ക് പ്രഷറുണ്ട്. നമ്മളിങ്ങനെ സംസാരിക്കുന്നു എന്ന് വെച്ചാലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും ആദികളും, പിന്നെ എല്ലാറ്റിലുപരി നമ്മുടെ നാളെ വീട്ടുകാരില്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്ത് എന്നുള്ള ചിന്ത നല്ല രീതിയിലുണ്ട്. ആ ഒരു ചിന്തയ്ക്കെല്ലാം ബദലായിട്ടാണ്, അല്ലെങ്കിൽ അതൊരു പരിഹാരമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ട്രസ്റ്റ് ഒരു പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കാനുള്ള സാധ്യതകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും രോഗികൾക്ക് വേണ്ട പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതും നമ്പർ 1 ആരോഗ്യകാര്യത്തിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഈ കേരളത്തിൽ. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾക്ക് പണം ആവശ്യമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇപ്പോഴും ഞങ്ങളൊരു പുനരധിവാസ കേന്ദ്രം വേണമെന്ന് പറയുമ്പോൾ ചിലവർ ചോദിക്കും എന്ത് കാര്യത്തിലാണ്, നമുക്ക് ഓൾറെഡി ഒരുപാട് പുനരധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോഴും ഒരു പേഴ്സണൽ കെയറും ഹെൽത്ത് കെയറും ആവശ്യമുള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിഹാബൊന്നും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു അവസ്ഥ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് പോലും ഒരു വീടെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന, ഇത്തരം ഈ ഒരു രോഗാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരിടം കൂടിയേ തീരൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരിടം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ക്യാമ്പയിനൊക്കെ വെച്ചിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫണ്ട് പോലും കിട്ടിയില്ല. ഞങ്ങൾക്ക് ഏകദേശം 2 ഏക്കറോളം പ്ലോട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലോട്ട് മേടിക്കാനുള്ള സാമ്പത്തികം പോലും നമുക്ക് ഇതിനകത്ത് ക്യാമ്പയിൻ നടത്തിയിട്ടൊന്നും കിട്ടിയില്ല. അത് ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഞങ്ങളെ സഹായിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പ്ലോട്ടെങ്കിലും ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടനയുമായി കോൺടാക്ട് ചെയ്ത് ചെയ്യാവുന്ന തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വ്യക്തികളുടെ നമ്പർ എനിക്ക് തന്നാൽ മതി. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ കാണുന്നവരോടുള്ളതിൻ്റെ ഒരു അപേക്ഷയാണ്,
ഇങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നൊരു പുഞ്ചിരിയെങ്കിലും അവർക്ക് കൊടുക്കുക അല്ലേ? അതെ, നിങ്ങളൊരു പുഞ്ചിരി മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലേ? ഞങ്ങൾ ആരുടെയും സഹായമോ അല്ലെങ്കിൽ ഒരു കരുണയോ സഹതാപമോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങളൊരാളായിട്ട് കാണാം, നിങ്ങളിൽ ഒരാളായിട്ട് കാണാം, സാധാരണ ഒരു മനുഷ്യനായിട്ട് കാണാം, അത്രയേ ഉള്ളൂ. അത് മതി ഞങ്ങൾക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയുന്ന, ഇപ്പോൾ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് പല വാക്കുകളാണ്. ഇപ്പോൾ വികലാംഗൻ എന്ന വാക്ക് മാറ്റിയിട്ടാണ് ഭിന്നശേഷിക്കാരാക്കി, പിന്നെ അത് ദിവ്യാംഗനാക്കി. അങ്ങനെ എന്താണ്, വാക്കുകൾ കൊണ്ട് ഞങ്ങൾ സമ്പന്നരാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് വാക്കുകളല്ല. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിൽ കൂടുതലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെ ഇനാഗുറേഷൻ സമയത്തും അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹമാണ് ആ ഒരു ഭിന്നശേഷിക്കാരനായുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെ ഇനാഗുറേഷനും മറ്റും അതിൻ്റെ കോർഡിനേറ്ററും ആയിരുന്നു. അപ്പോൾ ആ രാജ്യം എന്താ ചെയ്തത്? ഇവർ ഞങ്ങളെ പോലുള്ളവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചേർത്തിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എത്തിച്ച് വേൾഡ് കപ്പ് പോലുള്ള ഒരു വലിയ വേദിയിൽ ഒരു ഭിന്നശേഷിക്കാരനെ കൊണ്ട് എത്തിച്ചിട്ട് നിങ്ങൾ കാണുന്നത് ഇത്തരക്കാരിവിടെ ജീവിക്കുന്നത് ഇങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അതല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ഒരു സംസ്ഥാനം, ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അത് എത്തിയിട്ടില്ല. ഇനിയും നമുക്ക് സമയമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റങ്ങളും ഒരു ഫയൽ നീങ്ങാനായിട്ടുള്ള താമസം, ആ ഫയൽ ഒരു ജീവിതമാണെന്നുള്ള ചിന്ത ഇപ്പോഴും ഇല്ല. അതൊക്കെ മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങളും എത്തപ്പെടും, നിങ്ങൾ കാണുന്നവരിൽ പോലും എത്തപ്പെടും. ഞാനത് ഒരിക്കലും ഒരു ശാപവാക്കായിട്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രായമാകുമ്പോഴും ഈ ഒരു അവസ്ഥയിൽ അതെ, അത് പറയാൻ കാരണം അതിനുള്ള ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന ഞാൻ തന്നെ. കാരണം അതുപോലെ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഇതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ, അല്ലെങ്കിൽ ഈ രോഗാവസ്ഥ കൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എത്തപ്പെടാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കുറ്റബോധം തോന്നരുത്. ജെറിനെ, ഞാൻ എല്ലാ വീഡിയോയുടെ അവസാനം അവരോട് നന്ദി പറഞ്ഞാണ് അവസാനിപ്പിക്കണേ. പക്ഷേ താങ്കളോട് ഞാൻ നന്ദിയല്ല പറയണേ, കാരണം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാനടങ്ങുന്ന സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറേ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് നമുക്ക് സൊസൈറ്റിനെ കുറ്റം പറയാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു കാരണം അത് അറിവില്ലായ്മയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഇനി എല്ലാവരും ഈ ഒരു അവസ്ഥയിൽ എത്തണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് അറിയണം, ഇത്തരം അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്തെന്നും അതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന്. സാധ്യതകളുണ്ട് നമുക്ക് എല്ലാ പ്രശ്നത്തിനും ഇത്തരക്കാരാണ് നേരിടുന്നത്. ഞാൻ ഇന്ന് സംസാരിച്ച എല്ലാ കാര്യത്തിനും സൊല്യൂഷൻസ് പല രാജ്യങ്ങളും ഉള്ളതല്ലേ. അപ്പോൾ അതെന്തുകൊണ്ട് നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ? അപ്പോൾ അതിന് നമുക്ക് നിങ്ങളുടെ അടക്കം പിന്തുണയാണ് ആവശ്യം തീർച്ചയായിട്ടും. അപ്പോൾ അത് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഈ കാണുന്നവരിൽ കുറച്ച് പേർക്ക് അതുണ്ടായാൽ ഞാനതിൽ സന്തോഷവാനാണ്. എനിക്ക് തോന്നുന്നത് ഇന്നോളം നിങ്ങൾ ഇട്ടേക്കുന്ന വീഡിയോയിൽ ചിലപ്പോൾ ഏറ്റവും റീച്ച് കുറഞ്ഞ വീഡിയോ ഇതായിരിക്കും. കാരണം തുടക്കത്തിൽ തന്നെ ഇത്രയും ഇങ്ങനത്തെ ഒരു ദുരന്ത കഥ എന്നല്ലേ ഞങ്ങളെപ്പോലുള്ളവരെ വിശേഷിപ്പിക്കുക. അപ്പോൾ അത് കേൾക്കാനായിട്ട് പൊതുവെ ആൾക്കാർ കുറവാണ്. അപ്പോൾ എത്ര പേര് ഇത് കാണുമോയെന്നറിയില്ല. എന്തായാലും കാണുന്നവരൊരു 10 പേർക്കെങ്കിലും ഈ ഒരു കാര്യം അത് സത്യമാണെന്നും അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എൻ്റെ വിജയമാണ്, അല്ലെങ്കിൽ നമ്മുടെ വിജയം അല്ലെ, നമ്മുടെ തന്നെ വിജയമാണ്. അപ്പോൾ അത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും നേരം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളെ ഏതെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. താങ്ക് യു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടില്ലേ? വലിയൊരു ലോകം നന്നാക്കുവാൻ ചെറിയൊരു സൂത്രം കാതിലോതാം ഞാൻ. ആദ്യം സ്വയം നന്നാവുക. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും സമൂഹത്തിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകം പരിഗണിക്കും, അവരെ അംഗീകരിക്കും, അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യും. ഇത് തന്നെയാണ് നിങ്ങളോടുള്ള എൻ്റെ അപേക്ഷയും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇതുപോലെ വരുമ്പോൾ തട്ടിമാറ്റാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു, ഇതുവരെ നിങ്ങൾ കണ്ടു, അതിന് പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. ജെറിൻ പറഞ്ഞതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കേട്ടല്ലോ. ജെറിനെ സഹായിക്കാനാണോ ജെറിൻ പറഞ്ഞത്? അല്ല, ജെറിനെ പോലെ അവസ്ഥയിലുള്ള മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ സംഘടനയെ സഹായിക്കാനുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം. ഡോക്ടർ ജെറിനോട് പറഞ്ഞിട്ടുള്ളത് ആഴ്ചയിൽ 4 ഫിസിയോതെറാപ്പി ചെയ്യാനാണ്. ഒരു ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് 800 രൂപയാണ്. അത് ജെറിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ 500 രൂപയായിട്ട് കുറച്ചു. ഇപ്പോൾ ജെറിന് ആഴ്ചയിൽ 2 ഫിസിയോതെറാപ്പി മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ഇതിനുള്ള കാരണം. ഒരു മാസം അദ്ദേഹത്തിൻ്റെ മരുന്നും ഫിസിയോതെറാപ്പിയും എല്ലാം അടക്കം ഏകദേശം വരുന്നത് 10,000 രൂപയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വളരെ ചെറിയ വരുമാനം മാത്രമാണ് ഇപ്പോൾ അവരുടെ ഏക ആശ്രയം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടുള്ള എൻ്റെ പ്രത്യേകം അപേക്ഷയാണ്, സന്മനസ്സുള്ളവർ അദ്ദേഹത്തെ വിളിക്കുക, അദ്ദേഹത്തെ സഹായിക്കുക. ഇനി സാമ്പത്തികമായി നിങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ വിഷമിക്കേണ്ട. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിൽ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്കെല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. വ്യത്യസ്തമായ ആശയങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. അതുവരെ ബൈ.